എല്ലാവർക്കും എം എ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പുളിയച്ചാർ എന്ന് പറയും. നമ്മുടെ പിഴുപുളിയാണിത്. നമ്മുടെ എന്താ പറയുന്നത്, കുടംപുളി അല്ല ഇത്. പിഴുപുളി, വാളംപുളി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പുളിയാണിത്. ഇത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി, സാമ്പാർ പുളി എന്ന് പറയും. ഇനി ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിലിട്ടൊരു 3/4 മണിക്കൂറോളം വെച്ച് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക, നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഈ ഒരു എന്താ പറയുക, അതിൻ്റെ സത്ത് ശരിക്കും ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ വെള്ളം ഒന്ന് കുറുകി വരുന്നുണ്ട്. നമ്മളിങ്ങനെ കൂടുതൽ ഞെക്കും തോറും, പ്രസ് ചെയ്യും തോറും ഇങ്ങനെ. ഇതിന് ശേഷം ഞാനിപ്പോൾ ഇതിൻ്റെ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വളരെ ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ. ഇത് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറിനാൻ പറ്റും. പിന്നെ ഇതൊരു സൈഡ് ഡിഷായിട്ട് എടുക്കുവാണെങ്കിൽ വളരെ നല്ലത് തന്നെ. എന്നാലും ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ തുടങ്ങാൻ പോവാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഞെക്കി ആ പുളിയുടെ ഇതൊന്ന് ചാറിലേക്ക് ഇറക്കുന്നു. പിന്നെ ഈ പുളി ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതെടുത്ത് കളയാവുന്നതാണ്. പിന്നെ എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു ടേസ്റ്റോടെ നമുക്കൊരു ഇച്ചിരി ചാറും ഒരു പുളിയോടെയും കിടക്കുന്ന ഒരു ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ഇടുകയാണ്. ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് പുളി നമ്മൾ മിക്സ് ചെയ്തത്. പതുക്കെ ഒന്ന് സ്റ്റൗ ഓണാക്കി നമ്മളൊന്ന് പതുക്കെ ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ആ ഒരു സമയം നമുക്കിപ്പോഴത്തെ കടുക് വറക്കാനുള്ളത് റെഡിയാക്കാം. ഒരു പാത്രം ഇപ്പുറത്ത് വെച്ചു. ചൂടായി കഴിയുമ്പോൾ നമ്മൾ അല്പം എണ്ണ ഒഴിക്കുന്നു. അത്യാവശ്യം ഒന്ന് എണ്ണയൊക്കെ ഒഴിക്കാം, അച്ചാറായതുകൊണ്ട് തന്നെ. എണ്ണ ചൂടാകുന്ന ഒരു സമയത്ത് നമ്മളൊരു 1/4 സ്പൂണോളം കടുക് ഇടുന്നു. ഒരു 2-3 4-5 ഉലുവയോളം ഇടുന്നു. അല്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ ഉലുവ ഇടാം, കുഴപ്പമില്ല. പിന്നെ ഒരു 2 ഉണക്കമുളക് ഇടുന്നു. ഇതൊരു ഭംഗിയാണ് കേട്ടോ ശരിക്കും അച്ചാറിൽ കിടക്കുമ്പോൾ. ഇനി ഒന്ന് ചൂടായി വരട്ടെ. അങ്ങനെ നമുക്കിത് മുളകൊക്കെ മൂത്ത് തുടങ്ങുന്നു. മുളക് മൂത്ത് തുടങ്ങുന്നു. നമ്മുടെ പുളി ഇവിടെ ഇന്ന് പതുക്കെ തിളയ്ക്കാൻ തുടങ്ങി. പുളി ഇച്ചിരി കുറച്ച് വെക്കാം, ഒരുപാട് തിളയ്ക്കണ്ട, ചെറിയ രീതിയിൽ തിളച്ചാൽ മതി അത്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ എന്താ പറയുന്നത്, ഉണക്കമുളകൊക്കെ ഒന്ന് തിരിച്ചിടുകയാണ്. 2 വശവും അതിൻ്റെ ഒന്ന് ഇതാവണമല്ലോ. നമ്മുടെ ഉലുവ ഒരുവിധം നല്ല കളറായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇടുന്നു. ഒരു 2-3 കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി, 2 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാൽ മതി. 2-3 കഷ്ണം ഇഞ്ചി ചേർക്കുന്നു. ഇതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തു. കറിവേപ്പില ഒന്ന് പൊട്ടി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിൽ കഴിയുന്നതിൻ്റെ. ഈ സമയം നമ്മുടെ കടുകിൻ്റെ തീ ഓഫ് ചെയ്തു. കടുക് വറുത്തതിൻ്റെ തീ ഓഫ് ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് കുറച്ച് മുളക് പൊടി ചേർക്കുകയാണ്. ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കണം, കാരണം അത് അത്യാവശ്യം എരിവ് വേണം അതിന്. അതാണ് ഒരു ഭംഗി. 1 ടേബിൾ സ്പൂണ്, എനിക്ക് ഇത്രയും പുളിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തു. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് കായപ്പൊടി, ഒരു 3 പിഞ്ചോളം കായപ്പൊടി. പെട്ടെന്ന് തന്നെ ഇതിനെ നമ്മൾ അടുപ്പത്തു നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ അവസാന സ്റ്റെപ്പായി അച്ചാറിൻ്റെ, പുളി അച്ചാർ. പുളിയൊന്ന് തിളച്ചു, നമ്മൾ കടുകൊക്കെ വറുത്ത് ഒഴിച്ചു. ഇനി ചുമയൊക്കെ വരുന്നുണ്ട്. അതിങ്ങനെ അത്യാവശ്യം ഒരു ചെറിയ തിളയിലിരിക്കുവാണല്ലോ. ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയൊരു കഷ്ണം, കുഞ്ഞൊരു കഷ്ണം ഞാനൊന്ന് ശർക്കര ഒരല്പം വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് അലിഞ്ഞു വരാൻ വേണ്ടി. എനിക്കിതിനകത്ത് കല്ലുണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ ഡയറക്റ്റ് ശർക്കര അങ്ങ് പൊടിച്ച് ചേർക്കുകയോ, ശർക്കര പൊടിയൊക്കെ ആണെങ്കിലും അങ്ങനെ ചേർക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതുള്ളതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് അരിച്ചൊഴിക്കുകയാണ്. ഇപ്പം കരടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് അരിച്ചൊഴിച്ചു. ചെറിയൊരു തിളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, കാരണം എനിക്ക് ഓൾറെഡി ഈ പുളിയിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു. ഉപ്പിങ്ങനെ തേച്ച് വെച്ചിരുന്ന പുളിയായിരുന്നു അത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് നോക്കുന്നു. അതുകൊണ്ട് അധികം എനിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഇനി നമ്മളതിൻ്റെ ഉപ്പ് നോക്കാം. ഇപ്പോഴും ചെറിയ തളയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു മെയിനായിട്ട് ഞാനിത് ചേർക്കാനുണ്ട്. ചിലർ ഇതിപ്പം ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാവുന്നേ ഉള്ളൂ, കേടൊന്നും ആവത്തില്ല. ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ടിരിക്കും ഈ അച്ചാർ. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരല്പം വിനാഗിരി ചേർക്കുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നുമല്ല, ആപ്പിൾ സിഡർ വിനെഗറാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ടേസ്റ്റ് ഒന്ന് കൂട്ടാനും പിന്നെ കുറച്ചൊന്ന് അതിൻ്റെ എന്താ പറയുന്നത്
എക്സ്പയറി ഒന്ന് കൂട്ടി നിർത്താനും കുറച്ച് നല്ലതാണ് വിനാഗിരി അല്പം ചേർക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ചൂടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്, ചെറിയ ഇതിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് തീ ഓഫ് ചെയ്യുകയാണ്, അതങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ശരിക്കും ഈ അച്ചാറിനുള്ളത്. അപ്പോൾ ഇനിയും ഒന്ന് അല്പം കൂടെ കുറുകി വരും ഇതൊന്ന് ആറിക്കഴിയുമ്പം. ഇന്നൊരു ഉപ്പ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണേ. നല്ല ഉപ്പും മധുരവും, ചെറിയ മധുരവും അത്യാവശ്യം നല്ല എരിവും ഒക്കെ ഉള്ളൊരു അച്ചാറാണ്. എന്നാൽ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ്. ശരിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പുളിയൊക്കെ ഇഷ്ടമില്ലാത്തവർ ചുരുക്കമാണല്ലോ. പുളിയുള്ളതും നമുക്ക് അല്പം പുളി എരിവൊക്കെ ഉള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ഇഷ്ടമാണ്. ചൂട് ചോറിൻ്റെ കൂടെ ചിലപ്പോൾ ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ ഒന്നും വേണ്ട, സുഖമായിട്ട് ചോറിനാം. കുഞ്ഞുങ്ങൾക്കും വരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്, എന്നാൽ വളരെ സിമ്പിളും എളുപ്പവും ഒക്കെയാണ്. നമ്മുടെ ടൈം നമുക്ക് ഒരുപാട് ലാഭിക്കാം, കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യുവർ ചാനൽ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു സോ മച്ച്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കുക. താങ്ക് യു അഗെയിൻ ആൻഡ് അഗെയിൻ.